ഇതൊരു ഫ്ലോട്ട് സ്വിച്ചാണ്. ഈ ഫ്ലോട്ട് സ്വിച്ചിൽ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് ഈ ഫ്ലോട്ട് സ്വിച്ചും ഇതിൻ്റെ കൗണ്ടർ വെയിറ്റുമാണ് വരുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഓവർഹെഡ് ടാങ്ക് വാട്ടർ ലെവൽ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ മോട്ടറിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്യുകയും ഓവർഫ്ലോ ആവുന്നതിന് മുമ്പ് തന്നെ മോട്ടറിനെ ഓട്ടോമാറ്റിക് ഓഫ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ മെക്കാനിസത്തിലുള്ളൊരു സ്വിച്ചാണിത്. ഇത് കണക്ട് ചെയ്യുന്നത് നമ്മളിതിൻ്റെ ഒരു കൗണ്ടർ വെയിറ്റ് ഉണ്ട്. ഈ കൗണ്ടർ വെയിറ്റിലൊരു നട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നട്ട് ലൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ വയർ 3 കൂടി നമ്മൾ ഈ ഹോളിലൂടെ പുറത്തേക്കെടുക്കുക. അതിനുശേഷം ഈ വയർ ഇങ്ങനെ വലിച്ചെടുക്കുക. ഓക്കെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഞാൻ പറയാം. നമ്മൾ ഈ കൗണ്ടർ സ്വിച്ച് ഏകദേശം ഈ ഒരു ലെവലിൽ ഇരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ടാങ്കിൽ വെള്ളം, ഇപ്പോൾ ഈ ടാങ്ക് ഫുൾ എം ടി ആണെന്ന് കരുതുക. ടാങ്കിൽ വെള്ളം വരുന്നതനുസരിച്ചിട്ട് ഇത് പതുക്കെ പതുക്കെ പൊങ്ങി വരും. അങ്ങനെ ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ ലെവൽ താഴുന്നതനുസരിച്ചിട്ട് സാവധാനം താഴേക്ക് വരികയും ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ മോട്ടർ ഓൺ ആവുകയും ചെയ്യും. ഇതാണ് എൻ്റെ സിമ്പിൾ മെക്കാനിസം. ഇത് നമ്മൾ ആവശ്യമുള്ള ഒരു ഹൈറ്റിലേക്ക് നമ്മളിതിനെ അലൈൻ ചെയ്ത് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം ഈ സ്വിച്ച് നമ്മൾ ഇവിടെ വെച്ചൊരു പ്ലാസ്റ്റിക് റോപ്പ് ഉപയോഗിച്ചിട്ട് കെട്ടുക. ഓക്കെ, നമ്മൾ ഫ്ലോട്ട് സ്വിച്ചിന് ടാങ്കിലേക്ക് ഇറക്കുകയാണ്. ഇറക്കുന്ന സമയത്ത് ഏകദേശം ഒരു മിഡിലായിട്ട് വരുന്ന രീതിയിൽ നമ്മളിതിനെ സെറ്റ് ചെയ്തു. പിന്നീട് ഫ്ലോട്ട് സ്വിച്ചും അതിൻ്റെ കൗണ്ടർ വെയിറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ നമ്മൾ ഈ കയറിനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കെട്ടിവെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ 3 വയറുകൾ കാണാൻ പറ്റും. റെഡ്, ബ്ലാക്ക്, ബ്ലൂ. സാധാരണ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലൂ വയറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ വയർ ഒന്ന് പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന വയർ, ഇത് 3 കോർ വയറാണ് വാങ്ങിയിരിക്കുന്നത് 1.5-ൻ്റെ. ഈ വയറിൻ്റെ റെഡുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. ബ്ലാക്കിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ വയറിൻ്റെ ആവശ്യമില്ല. ഇത് ഇൻസുലേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് മാറ്റുക. ഓക്കെ, ഇനി ഈ വയറിന് നമ്മളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത വയറിൻ്റെ ഫ്രീ ആയിട്ടുള്ള എൻഡ് മോട്ടറിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഫ്ലോട്ട് സ്വിച്ചിൽ കോർ വയർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മറ്റേ എൻഡ്, ഫ്രീ ആയിട്ടുള്ള മറ്റേ എൻഡാണിത്. ഇത് നമുക്ക് മോട്ടറിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ റെഡ് വയറുണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു യെല്ലോ വയറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റെഡും
ബ്ലാക്ക് വയർ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇൻസുലേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് മോട്ടറിലൊരു ഫേസിൻ്റെ വയറുണ്ട്, ന്യൂട്രൽ വയറുണ്ട്. ന്യൂട്രൽ വയർ നമ്മളിവിടെ നിന്ന് അഴിക്കുക. അഴിച്ചിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ മറ്റേ ഫ്രീ എൻഡ് കണക്ട് ചെയ്യുക. അതിനുശേഷം ഇത് പ്രോപ്പറായിട്ട് ഇത് ഇൻസുലേറ്റ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു കണക്ഷൻ. ഓക്കെ, ഈ സ്വിച്ച് ഇപ്പോൾ നമ്മൾ താഴേക്കുള്ള ലെവലിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് ഓട്ടോമാറ്റിക് ഓൺ ആവുകയും വെള്ളം പോകുകയും ലെവൽ ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ മോട്ടർ നിൽക്കും. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. ഓൾമോസ്റ്റ് സ്വിച്ച് സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വിച്ച് ഇപ്പോൾ റോട്ടിൽ ഇപ്പോൾ ടാങ്ക് ഓവർഫ്ലോ ആവുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഓഫ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.